2 വർഷമായി വളർത്തുന്ന കുട്ടി സ്വന്തം ചോരയിൽ ജനിച്ചതല്ല എന്ന് അമ്മക്കൊരു സംശയം തോന്നുന്നു. പെട്ടെന്ന് ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ പുള്ളിയും ശരിക്കും ഞെട്ടിപ്പോയി. 2 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സംശയമോ? പക്ഷേ ആ ചിന്ത അയാളെയും വേട്ടയാടാൻ തുടങ്ങി. സത്യം കണ്ടെത്താൻ അയാൾ നേരെ കുട്ടി ജനിച്ച ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടുത്തെ ഒരു ജീവനക്കാരനെ സ്വാധീനിച്ച് തൻ്റെ കുട്ടി ജനിച്ച അതേ ദിവസം അവിടെ ജനിച്ച മറ്റു കുട്ടികളെ മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുക്കുന്നു. തുടർന്ന് കുട്ടികൾക്ക് മരുന്ന് നൽകാൻ വന്ന വ്യാജേന ആ വീടുകളിലെല്ലാം ചെന്ന് കുട്ടികളുടെ ഫോട്ടോകൾ രഹസ്യമായി എടുത്ത് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. എന്നാൽ ഭാര്യ ഓരോ ഫോട്ടോയും നോക്കി ഇതൊന്നുമല്ല നമ്മുടേത് എന്ന് ഉറപ്പിച്ചു പറയുന്നു. അപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. ഒരു ഇഫ്താർ പാർട്ടിയിൽ വെച്ച് അയാൾ ഒരു പഴയ കൂട്ടുകാരനെ കാണുന്നു. അവന്റെ കയ്യിലിരുന്ന കുട്ടിയെ കണ്ടതും അയാളുടെ ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു. ഹോസ്പിറ്റൽ ലിസ്റ്റ് എടുത്തു നോക്കിയപ്പോൾ ആ കൂട്ടുകാരന്റെ കുട്ടിയും ജനിച്ചത് ഈ ഹോസ്പിറ്റൽ ഇതേ ദിവസമാണ്. ആ കുട്ടിയുടെ ഫോട്ടോ ഭാര്യയ്ക്ക് അയച്ചു. കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഭാര്യ തരിച്ചു നിന്നുപോയി. സംശയം മൂത്ത അവർ പോലീസിൽ പരാതി നൽകി DNA ടെസ്റ്റും നടത്തി. റിസൾട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടികൾ പരസ്പരം മാറിപ്പോയിരുന്നു. കുട്ടികളെ പരസ്പരം മാറ്റാൻ കോടതി ഉത്തരവിടുന്നു. കുട്ടികൾ മാറിയതിന് പിന്നിലുണ്ടായിരുന്ന ക്രൂരത ഇതായിരുന്നു. ആ കുട്ടിയുടെ മുത്തശ്ശൻ ജനിച്ച കുട്ടിക്ക് നിറം കുറവാണെന്ന് പറഞ്ഞ് തനിക്ക് വെളുത്ത ഒരു പേരക്കുട്ടിയെ വേണമെന്ന വാശിയിൽ അവിടുത്തെ നഴ്സിന് ലക്ഷങ്ങൾ കൊടുത്ത് കുട്ടിയെ മാറ്റിവെച്ചതായിരുന്നു.